അതുകൂടാതെ സാർ ഒരുപാട് മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ സാറ് സെക്രട്ടറി സ്ഥാനവും നിർവഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആർക്കിടെക്ട്സിൻ്റെ തന്നെ ഒരുപാട് അസോസിയേഷനുമായിട്ട് കലാഭവൻ ആർക്കിടെക്ട്സ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. നമ്മളിപ്പോൾ കേരള സമാജം ഈ കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ കലാഭവൻ ആർക്കിടെക്ട്സ് അലുമിനി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് MS യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു കോളേജാണ് ബൊർഡയിൽ. ആ കോളേജിൽ നിന്ന് പാസ് ഔട്ടായ എല്ലാ ആർക്കിടെക്ട്സിൻ്റെ ഒരു അലുമിനി ഫൗണ്ടേഷനാണ്. ഈ അലുമിനി ഫൗണ്ടേഷൻ 92 തൊട്ട് തുടങ്ങിയതാണ്. അതിന് മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന ആർക്കിടെക്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആർക്കിടെക്ട്സ് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങളുടെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും ഒരു ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. ഫാക്കൽറ്റിയിൽ ഇവിടുത്തെ ഫാക്കൽറ്റി സിസ്റ്റമാണ്. ഫാക്കൽറ്റിയിലൊരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. ഞങ്ങൾ അതിനൊരു ഓട്ടോണമിറ്റി ഉണ്ടാക്കി, സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കി. കാരണം എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിയും ആർക്കിടെക്ചറുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് എഡ്യൂക്കേഷൻ ടീച്ചിങ് സ്റ്റൈലിൽ. അപ്പോൾ അതൊരിക്കലും ഒരിടത്തും മാച്ച് ആവാറില്ല. എവിടെയൊക്കെ എഞ്ചിനീയറിംഗിൻ്റെ ഒപ്പം ടൈപ്പ് ഉണ്ട്, അവിടെ ആർക്കിടെക്ചറും ഇതും കൂടി ട്രിപ്പിൾ ടസലാണ്. ഞങ്ങളൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കി. ആ ബിൽഡിംഗ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഡൊണേറ്റ് ചെയ്തു. ഇത് ഏഷ്യയിൽ ഒരേ ഒരു യൂണിവേഴ്സിറ്റി കോളേജാണ് വേർ അലുമിനി ഹാസ് ഡൊണേറ്റഡ് എ ബിൽഡിംഗ് ടു ദ അൽമ മാറ്റർ. അങ്ങനെയാണ് ഏഷ്യയിൽ എവിടെയില്ല. അതിന് പേര് കലാഭവൻ ആർക്കിടെക്ട്സ് അലുമിനി ഫൗണ്ടേഷൻ. അപ്പോൾ അതിൽ മലയാളിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ മലയാളികൾ ആർക്കിടെക്റ്റായിട്ട് ഞങ്ങളിപ്പോൾ അധികം ആൾക്കാരില്ല, ഇല്ലാന്ന് തന്നെ പറയാം. പ്രൊഫഷണലായിട്ട് ബാക്കിയുള്ളവരൊക്കെ ഗുജറാത്തികളാണ്, മറ്റുള്ള ഗുജറാത്തികളാണ്. ഇവിടെ സാധാരണ ഈ ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് കൂടുതൽ ഗുജറാത്തികളാണ് ചെയ്യുന്നത്. ഇവിടെ മറ്റുള്ള കലാപരിപാടികളെല്ലാം സാറിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാരണം പല പ്രോഗ്രാംസ് നടക്കുമ്പോഴും താങ്കൾ വളരെ പ്രസൻസ് കൊണ്ട്, താങ്കളുടെ സാന്നിധ്യം കൊണ്ട് വളരെ ശ്രദ്ധേയമാണല്ലോ അത്. അങ്ങനെയുള്ള കലാപരിപാടികൾ നേരത്തെ നടത്തി. അങ്ങനെയുള്ള കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ബറോഡ കേരള സമാജത്തിൽ ഹെഡ് ഓഫ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഹോൾ ഉണ്ടാക്കേണ്ടായിരുന്നു. അതിലത്തെ വൈസ് ചെയർമാനായിരുന്നു. പിന്നെ ഇവിടെ ബറോഡ നായർ വെൽഫെയർ അസോസിയേഷൻ ഉണ്ടായിരുന്നു, ഉണ്ട്. അതിൽ ഇപ്പോൾ മോഹൻ സാറ് ലാസ്റ്റ് 14 കൊല്ലമായിട്ട് പ്രസിഡൻ്റായിരുന്നു. ഞാൻ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് സെക്രട്ടറി ആയിരുന്നു. ഈ കൊല്ലമാണ് ഞങ്ങൾ മാറിയത്. അപ്പോൾ ആ ഇതിൽ ഞങ്ങൾ പല കലാപരിപാടികളും ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ റിയാലിറ്റി ഷോസ് പാർട്ടിസിപ്പൻസും ഞങ്ങൾ ജഗദീഷ് ശ്രീകുമാറിനെ കൊടുന്നു, ഉണ്ണി മേനോൻ, റിമി ടോമിയെ കൊടുന്നു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊല്ലത്തിൽ 3-4 പ്രോഗ്രാം ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ നാടിനെ പോലെ തീർച്ചയായും ഇവിടെ നമുക്ക് ഒരു ഞങ്ങൾ പല ഫെസ്റ്റിവൽസ്, ഓണസദ്യ, വിഷു, ഇവിടെ 2 അയ്യപ്പൻ അമ്പലമുണ്ട്, അവിടെ അമ്പലത്തിൻ്റെ പ്രോഗ്രാംസ്, അങ്ങനെ കൊല്ലത്തിലൊരു 10-15 പ്രോഗ്രാംസായിട്ട് ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്കിന് വേണ്ടി വരുന്ന, ഒരു ജോലിക്ക് വേണ്ടി വരുന്ന ഒരുപാട് മലയാളികളുണ്ട്. തൊഴിൽ കാരണം പല സമാജങ്ങളുണ്ട്. ആ സമാജങ്ങളുടെ ഓണസദ്യക്ക് ഞങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ കേരളത്തിൽ പോലും നിങ്ങൾക്ക് ഇത്ര വലിയൊരു കൂട്ടായ്മ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 1000-1200 ആൾക്കാർ ഒന്നിച്ച് വന്നിരുന്നിട്ട് ഒരിടത്തിരുന്ന് ഭക്ഷണം പാകം ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ അത് തീർച്ചയായും കാണണമെങ്കിൽ അന്യദേശത്ത് ചെല്ലണം. കേരളത്തിൻ്റെ മലയാളികളുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ, ഞങ്ങൾ ഈവൻസുമായിട്ട് ബന്ധപ്പെട്ട് വിജയവാഡ, വിശാഖപട്ടണം, ഇവിടെയൊക്കെ മലയാളികളുടെ ഒരു വലിയൊരു കൂട്ടായ്മ നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം ഒരു കമൻ്റാണ്, മലയാളികൾ നന്നാവണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തു പോകണം. അത് സത്യമാണെന്ന് തോന്നുന്നു ചിലപ്പോൾ ഈ കൂട്ടായ്മ കാണുമ്പോൾ തന്നെ. കാരണം എന്ന് വെച്ചാൽ അവിടെ ജാതിയില്ല, മതമില്ല, പണക്കാരനോ പാവപ്പെട്ടവനോ വ്യത്യാസമില്ല. കാരണം ഒരു തൊഴിലാളി പോലും മുതലാളിയുടെ കൂടെ നിന്നുള്ള ഒരു മതേതരത്വത്തിൻ്റെ ഒരു മലയാളി സമൂഹമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ജാതിയും മതമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ നമ്മുടെ കേരളീയരുടെ ഒരു കൂട്ടായ്മ. അത് തീർച്ചയായും അത് അന്യദേശത്ത് വരുമ്പോൾ, അന്യദേശത്തുനിന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു മാറ്റമില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഫൈനലി നമുക്കിവിടെ ഒരുപാട് ഇടയ്ക്ക് കുറച്ച് നാൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധികൾ നമ്മുടെ ഇന്ത്യയെ അത് ബാധിച്ചു, ലോകരാജ്യങ്ങളെ ബാധിച്ച കൂട്ടത്തിൽ ഈ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റിനെയാണ് അത് എഫക്റ്റ് ചെയ്തത്. അപ്പോൾ എത്രത്തോളമാണത്? തീർച്ചയായും എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഗുജറാത്തിനെ സംബന്ധിച്ചോളം അത് വളരെ വളരെ കുറവായിരുന്നു. കമ്പയർ ടു ബാംഗ്ലൂർ, പൂന, അങ്ങനെ വലിയ മെട്രോ സിറ്റീസിൻ്റെ കമ്പാരിസണിൽ ഗുജറാത്തിൽ വളരെ കുറവാണ് എഫക്റ്റ് ചെയ്തത്. ഗുജറാത്തിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സൂറത്ത് ബേസ്ഡാണ്. പിന്നെ ഏതൊരു സിറ്റിയിൽ നിന്ന് എഫക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മോണോപ്പൊളി ബിസിനസ്സിൽ നടക്കുന്ന സിറ്റിയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ, പൂനെ ഉണ്ട്, അത് IT ബേസ്ഡാണ് ആ സിറ്റി ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സൂറത്തുണ്ട്, ഡയമണ്ടിൻ്റെ ബേസിലാണ്. പക്ഷേ ബറോഡ, അഹമ്മദാബാദ് നോക്കുമ്പോൾ ഇതൊരു മൾട്ടി ഡിസിപ്ലിൻസാണ്. എല്ലാ ബിസിനസ്സും നടക്കുന്നുണ്ട്.
അപ്പോൾ അഹമ്മദാബാദ് ഒരു സമയത്തൊക്കെ ടെക്സ്റ്റൈലിന് വേണ്ടിയിട്ട് ഫേമസ് ആയിരുന്നു. ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസായി ടോട്ടലി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയൊരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ. തീർച്ചയായും അതിലേക്ക് നമ്മൾ വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രൻറ്റ് ഗുജറാത്ത് ഞങ്ങൾ കണ്ടായിരുന്നു അത്. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു സംസ്ഥാനമായി, വ്യവസായ സംസ്ഥാനമായി ഗുജറാത്ത് മാറുകയാണ്. കാരണം ഇവിടെ എന്ത് വലിയൊരു ബിസിനസ് പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് വലിയൊരു ക്രെഡിറ്റബിൾ കാര്യമാണ്. കാരണം ഒരൊറ്റ മെസ്സേജോട് കൂടിയാണ് ടാറ്റ നാനോയുടെ പ്രോജക്റ്റ് വന്നത്, കൊണ്ടുവന്നത് ഒറ്റ മെസ്സേജ്. കാരണം ബംഗാൾ റിജക്റ്റ് ചെയ്തപ്പോൾ നരേന്ദ്രമോദി മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. കാരണം ഒറ്റ മെസ്സേജോടുകൂടി 7-8 ദിവസം കൊണ്ട് ആ ഒരു പ്ലാന്റ് ഇവിടെ ശരിയാക്കി കൊടുത്തു എന്നുള്ളത് ഒരു മുഖ്യമന്ത്രി. കാര്യം ഇത് എന്ത് മാറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ശരി തന്നെ, ഒരു നാട് നന്നാവണമെങ്കിൽ തീർച്ചയായും അവിടെ വ്യവസായം വേണം, അവിടെ ബിസിനസ് നടക്കണം. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള സമൂഹത്തിലെ ഒരുപാട് പേർക്ക് ജീവിക്കാനും ആ ഒരു നഗരം അല്ലെങ്കിൽ ഒരു നാട് ഒക്കെ സമ്പന്നമാവും എന്നുള്ളതിൽ യാതൊരു മാറ്റം. അതിപ്പോൾ നിങ്ങൾ നേരിട്ട് കേരളം ഗുജറാത്തും കൂടി കമ്പയർ ചെയ്താൽ മതി. വ്യവസായം കൂടെ നന്നായിച്ചാൽ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നാവും, ബാക്കിയുള്ള ബാഡ് പോയിന്റ്സ് ഒക്കെ കുറയും ചെയ്യും. ഇപ്പോൾ ക്രൈം കുറയും. കാരണം ഇവിടെ തന്നെ രാത്രി 1 മണിക്കും ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി നടന്നു പോകാൻ പറ്റുന്ന സാഹചര്യം. ഇവിടെ സുഖമായിട്ട് നടന്നു പോകാം. സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോയാലും ഒരു കുഴപ്പമില്ല. ഇവിടെ ആൾക്കാർ 10-11 മണി വരെയൊക്കെ സുഖമായിട്ട് റോട്ടിൽ നിങ്ങൾക്ക് കാണാം, പെണ്ണുങ്ങളും. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എവിടെ ഒരു സംസ്ഥാനത്തിലും കാണാം. കാര്യം ഏറ്റവും കൂടുതൽ സംസ്കാരവും കൾച്ചറും ബാക്കിയുള്ള ലിറ്ററേച്ചറും ഒക്കെ ഉള്ള നമ്മുടെ സംസ്ഥാനത്ത് അത് കിട്ടാതെ വരുമ്പോൾ ഉള്ള ഒരു മനസ്സിനൊരു വിഷമല്ല, ഒരു നാണക്കേട് പോലെയാണ് ശരിക്കും. തീർച്ചയായും 100% ലിറ്ററസിയിൽ ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ. കാരണം അവിടെയാണ് നടക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ സംസ്കാരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. ഈ വ്യവസായത്തിൻ്റെ ഫസ്റ്റ് കാണിക്കേണ്ടത് കേരളത്തിലായിരുന്നു. കേരളമാണ് അതിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്, ലീഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഒരു നിർഭാഗ്യവശാൽ നമുക്ക് കഴിയാതെ പോകുന്നു. അത് ലിറ്ററസി എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. തീർച്ചയായും വിസ്ഡമാണ് വേണ്ടത്. അതിൽ നമ്മളെ ഗവൺമെന്റ് മാത്രം കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. നമ്മുടെ മെന്റാലിറ്റി, നമ്മുടെ മലയാളികളുടെ മെന്റാലിറ്റി ടോട്ടലി നന്നാവും എന്നുള്ളതാണ് വളരെ അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. തുപ്പില്ല, ഇവിടെ ആകുമ്പോൾ തുപ്പും.